ബുധൻ അധിപനായിട്ടുള്ള ഈ നക്ഷത്രം ദേവത സർപ്പമാണ് എന്നുള്ളതാണ്. പ്രചാരത്തിലുള്ള സർപ്പബലി എന്ന് പറയുന്നത് സർപ്പസൂക്തത്തോടു കൂടിയിട്ടുള്ള സർപ്പബലിയാണ്. അതിൽ യേഷാം അനുയന്തി ചെയ്ത, അതായത് ആശ്ലേഷ നക്ഷത്രം ഏതുപോലെയാണോ സർപ്പത്തിൻ്റെ ചേതസ്സിനെ അനുഗമിക്കുന്നത് എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ട്. സർപ്പബലിയിൽ വേറൊരു നക്ഷത്രത്തെക്കുറിച്ച് പറയുന്നില്ല, ഈ നക്ഷത്രത്തെക്കുറിച്ചാണ്. അപ്പോൾ നാഗങ്ങൾക്ക് അത്രയും പ്രിയപ്പെട്ട നക്ഷത്രം. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ സർപ്പപൂജ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ആയില്യം പൂജ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആയില്യത്തിന് സർപ്പങ്ങളുമായിട്ട് അത്രയും ബന്ധമുണ്ട് എന്നുള്ളതും കൂടി ഓർക്കുക. അതുപോലെ തന്നെ മൃഗം എന്ന് പറയുന്നത് വിരുകും, പക്ഷി എന്ന് പറയുന്നത് ചെമ്പോത്തും, ഗണം എന്ന് പറയുന്നത് അസുരഗണവും, ഊർധമുഖ അധോമുഖ തിര്യമുഖം നക്ഷത്രങ്ങളിൽ അധോമുഖ നക്ഷത്രമാണ് ആശ്ലേഷ എന്നുള്ളത്. ഒരു വിഷയം തുടങ്ങാൻ അത്ര നല്ലതല്ല ആയില്യം. വൃക്ഷം നാഗമരമാണ്, ശരദിക്ക് തെക്കുമാണ്.